പേര് കേട്ട് വലിയ ഡോക്ടറാണ്, മനഃശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞിട്ട് വലിയ കഥയുണ്ടോ? തിരക്കുള്ള ഭാര്യമാരുള്ള എല്ലാ ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വീട്ടിലെ പണി കംപ്ലീറ്റ് ചെയ്യുക. എന്നാ ചെയ്യുക? സെബാസ്റ്റ്യൻ സർ, നമസ്കാരം. സാറാണോ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്? ഏതൊക്കെ ചെയ്യുന്നേ? ഇവിടുത്തെ ജോലിയൊക്കെ സാറാണ്? അതല്ല, ഇതൊരു എക്സസൈസിന്റെ ഭാഗമായിട്ട് ഞാനങ്ങ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ചുമ്മാ ഇരിക്കുന്നില്ല. അതല്ലേ, പണിക്കാരുന്നില്ലേ? പണിക്കാരില്ല, ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേർക്കും ചെയ്യാനുള്ള പണികൾ ഈ വീട്ടിലുള്ളൂ. ഞാനൊന്ന് കൺസൾട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നായിരുന്നു സാർ. ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഞാൻ അതുകൊണ്ട് കൺസൾട്ടിങ് ഉണ്ട്, രണ്ടും കൂടിയാണ്. ഓക്കെ, എങ്ങനെയാ സാർ ഇരിക്കട്ടെ? ഇരിക്കും. നമ്മളാണ് പേഷ്യന്റ്. ഞാനാണ് പേഷ്യന്റ്. ഓ ഓക്കെ, പറ, കാര്യങ്ങൾ പറയും. പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അതായത് ഈ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇരുന്ന് ഇതൊന്നും വെച്ചൊന്നും അല്ല, നമ്മൾ സംസാരത്തിലൂടെയാണ് എന്താണ് കുഴപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. അതായത് ഈ ചില കാര്യങ്ങള് എന്റെ ജീവിതത്തില് ഉണ്ടാകുക, അതാണ് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അത്? എന്റെ പേര് രാംനാഥ് എന്നാണ്. രാംനാഥ് നല്ല പേരാണല്ലോ, ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും ഇടാത്തൊരു പേരാണ് രാംനാഥ്. എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ ജോലിയൊക്കെ ഉണ്ട്, ആലപ്പുഴയാണ് എന്റെ വീട്, 4 മുറിയുള്ളൊരു വീടൊക്കെയാണ്. പക്ഷെ അങ്ങ് ഒറ്റപ്പെടലാണ് എന്റെ പ്രശ്നം. എനിക്കും ചെറുപ്പത്തിൽ ഇതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒറ്റപ്പെടലായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഒറ്റപ്പെടലിന് ഏതാണ്ട് 15 രൂപ ഏതാണ്ട് വിലയുള്ളൂ. ഇപ്പൊ ഏതാണ്ട് 60 രൂപ 70 രൂപ കൊടുത്താലും കിട്ടും. സൈക്കിളിന്റെ ഒറ്റപ്പെടലല്ലേ? 15 രൂപയ്ക്ക് ഒരു പെടലൂടെ വാങ്ങിച്ചു വെച്ചാൽ 2 പെടലാവും. സൈക്കിളിന്റെ പ്രശ്നമല്ല, അതായത് നമ്മൾ ഈ തനിച്ചാകുക എന്ന് പറയത്തില്ലേ, ഒറ്റപ്പെട്ടു പോകുക തോന്നൽ വരിക, അങ്ങനെ ഒരു തോന്നലുണ്ടാകുക. നമുക്ക് ആരും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുക, അങ്ങനെ ഒരു തോന്നലുണ്ടാകുക. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിച്ച് കൂട്ടുക. ഞാനങ്ങ് എന്തിനാ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നു? നമ്മൾ വേറെ എന്തെങ്കിലും ദൂരം കാര്യങ്ങൾ ലോകത്ത് ചിന്തിക്കാനുണ്ട്. അതെ അതെ അതെ. അപ്പൊ എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, എന്റെ തിങ്കിങ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതായത് ഇപ്പൊ ഞാനിപ്പോ ബസ്സിൽ കയറുകയാണെന്ന് വിചാരിച്ചു. ബസ്സിൽ നിങ്ങൾ നോക്കുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ സ്റ്റിയറിംഗ് ഇട്ട് ഇങ്ങനെ പിടിക്കുന്നതായിട്ടല്ലേ. എന്റെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത്, അവിടെ മാവ് കുഴക്കുന്നതായിട്ട് പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട്, സ്റ്റിയറിംഗ് ഇങ്ങനെ ഇരുന്നിട്ട് മാവ് കുഴക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നുന്നു. അറിഞ്ഞിട്ടില്ലല്ലോ ഒന്നുകൂടെ. അല്ല ഞാൻ പറയായിരുന്നു. അയ്യോ, അത് തന്റെ തോന്നൽ മാത്രമാണ്. പക്ഷെ അദ്ദേഹം സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നലാണ്. കണ്ടക്ടർ ഒന്ന് ടിക്കറ്റ് വേണോന്ന് ചോദിക്കുന്നില്ലേ, അപ്പൊ ദോശ വേണോന്ന് ചോദിക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നും. അതൊക്കെ എന്റെ ഒരു പ്രശ്നം. ഇത് എന്താണെന്നറിയാം, ശരിക്കും ഇത് ഉണ്ടാകാനുള്ള ഒരു കാരണം അതാണ് എനിക്കറിയാം. ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം, എങ്ങനെയാണ് വന്നത്? അതാണ് ഞാൻ ഈ പോകുന്ന വഴിക്ക് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടെ ഒരു കുട്ടിയുണ്ട്, സുന്ദരിയായിട്ടൊരു കുട്ടിയുണ്ട്. അപ്പൊ ഞാൻ അവളെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു, ഒരു മിന്നായം പോലെ ഇങ്ങനെ കടയിൽ കയറിപ്പോ ഒന്ന് കണ്ടു. അപ്പൊ അത് പിന്നെ വീണ്ടും കാണാൻ തോന്നുക, അവളെ ഓർമ്മ വരിക, അവളുള്ള സ്ഥലത്തേക്ക് വീണ്ടും ചെല്ലുക. അതൊരു ഭയങ്കര ഒരു എന്താ പറയുന്ന, അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും അവളെ കാണാൻ തോന്നുക. അത് ഒഴിവാക്കണം. ഈ പ്രശ്നം തന്നെ എനിക്കും ഉണ്ടായിരുന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം. ഞാൻ കോളേജിൽ പഠിത്തം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു. അവളെ എപ്പോഴും ഇങ്ങനെ കാണുമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. സുന്ദരിയായ കുട്ടി. മാറ്റിയെന്ന് പറഞ്ഞാല് ഞാൻ അവളെ തന്നെ കല്യാണം കഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ ഈ സാധനത്തിന് കാണുന്ന എനിക്ക് അറപ്പാ. അങ്ങനെ താനും കല്യാണം കഴിച്ചാൽ മതി, അപ്പൊ ഈ ഒരു തോന്നലങ്ങ് മാറിക്കിട്ടും, എപ്പോഴും കാണണമെന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ആളെ വേറെ കെട്ടിപ്പോയതാണ്. അങ്ങനെ ഒരു വിഷയം കൂടെ അതിന്റെ ഇടയ്ക്ക് കിടപ്പുണ്ടല്ലേ? എന്തായാലും ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് മെഡിക്കൽ ഭാഷയിൽ ഈ പറയുന്ന ഈ അസുഖത്തിന് പറയുന്നത് ഓർമ്മക്കുറമ്പ് റുക്മാനിയ എന്ന് പറയുന്ന ഒരു അസുഖം. ഇതെന്താണെന്നറിയോ, ഇത് മെയിനായിട്ട് തന്നിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, താനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടുന്നതുകൊണ്ടാണ്. നമ്മളപ്പോ എന്തെങ്കിലും ഒരു പണിയിൽ ഏർപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതങ്ങ് മറന്നുപോകും. ചിന്തിച്ചു വന്ന കാര്യം മറന്നുപോകും, ഇതിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നിസ്സാര സമയം കൊണ്ട് ഇപ്പൊ ഒന്ന് മാറ്റി തരാം. ഇതിന്റെ അകത്ത് 2 കുട ഇരിപ്പുണ്ട്. ആ കുട എടുത്ത് പുറത്തൊരു കിണറുണ്ട്, ആ കിണറ്റിൽ പോയി. ഇവിടെ കറണ്ട് ഇല്ലേ, അതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് പോയി ഒരു 12 തൊട്ടി വെള്ളം എടുത്തോണ്ട് വന്ന് മുറ്റത്തെ ചെടി ഇരിപ്പുണ്ട്, ആ ചെടി അങ്ങ് നനയ്ക്കുക. അയ്യോ, അത് അങ്ങനെ ചെയ്താൽ മാറുമോ? അങ്ങനെ ചെയ്താൽ മാറുന്ന ഒരു അസുഖമാണ്. നമ്മൾ വേറൊരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതങ്ങ് മാറും. അസുഖം ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഒരുപാട് ബന്ധമുണ്ട്. പിന്നെ 11 അതായത് 12 ബക്കറ്റ് വെള്ളം കോരിയിട്ട് ആ ചെടികളെല്ലാം നനയ്ക്കണം. 12 ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ട് കുടം. അപ്പൊ മാറും. എടുത്തോണ്ട് വാ. അങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കറണ്ട് ഇല്ലല്ലേ? ഇല്ല, പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. പൈപ്പിൽ നിന്ന് എടുക്കരുത്, കോരണം. കാര്യം നമ്മുടെ കോൺസെൻട്രേഷൻ കിണറ്റിലേക്ക് പോകണം. അങ്ങനെ അതാണ്. എടുക്ക്. ഇങ്ങനെ എന്തെല്ലാം ട്രീറ്റ്മെന്റ് കിടക്കുന്നു. പോര്. എവിടെയത്? അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ കിണറുണ്ട്, തൊട്ടി എല്ലാം അവിടെ ഉണ്ട്. അത് കോരുക. അതിന്റെ അടുത്ത് പൈപ്പുണ്ട്, പക്ഷെ അത് തിരിക്കരുത്. കോൺസെൻട്രേഷൻ കിണറ്റിലേക്ക് വേണം. ശ്രദ്ധ മാറാൻ വേണ്ടിട്ടാണ് ഇത് കേട്ടോ. ഓക്കെ. എന്താ ചെയ്യാൻ നോക്കിയോണേ. അവള് വരുന്നതിന് മുമ്പ് ചെടി നനച്ചും തീർക്കണം, തുടച്ചും തീരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ വന്ന് മര്യാദക്ക് നിന്നോണം കേട്ടോ. ഇവിടെ നാണം കെടുത്തരുത്. അതിലേ അങ്ങ് പൊക്കോ. സെർവന്റ് അല്ല, ഒരു
പേഷ്യന്റ് ആണ്, ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണത്. ഡോക്ടർ എവിടെ പോയി? ഞാനാ ഡോക്ടർ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല? അയ്യോ മനസ്സിലായില്ല. ഞാൻ തന്നെയാ ഡോക്ടർ. കയറി. എന്താണ് പ്രശ്നം? ആർക്കാണ് പ്രശ്നം? പ്രശ്നം നമുക്കാ? അയ്യോ എനിക്കല്ല ഡോക്ടർ പ്രശ്നം. ഓ, കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് സാരമില്ല, ട്രീറ്റ്മെന്റിലൂടെ എല്ലാം മാറ്റിയെടുക്കാവുന്നതാണ്. അയ്യോ ചേട്ടനല്ല പ്രശ്നം. പിന്നെ ആർക്കാ പ്രശ്നം? ഈ കയ്യില് ഞാൻ എടുത്തോ. ഓ, കയ്യില് ഡോക്ടറിന്റെ. എടുത്തു. പ്രശ്നം കുഞ്ഞിനാ ഡോക്ടറെ. അയ്യോ, ഞാനേ പിള്ളേർക്ക് നോക്കുന്ന ഡോക്ടർ അല്ല, സൈക്കാട്രിസ്റ്റ് ആണ്. മാനസിക രോഗത്തിനെ ചികിത്സിക്കുന്ന ഒരാളാണ്. അല്ല അത് ഡോക്ടറെ കൊണ്ടേ പറ്റുള്ളൂ ഇവനെ ചികിത്സിക്കാൻ. അതിന് കുട്ടിക്ക് എന്ത് പറ്റി? അവനെ കണ്ടിട്ടൊന്നും തോന്നില്ലല്ലോ. കണ്ടാലൊന്നും തോന്നത്തില്ല, പക്ഷെ അവൻ വാ തുറന്നാ തോന്നും. എന്താ? അവൻ വാ തുറന്ന വൃത്തികേട് മാത്രമേ പറയുള്ളൂ ഡോക്ടറെ. ആ വൃത്തികേടെന്ന് ഉദ്ദേശിച്ച് തെറി, തെമ്മാടിത്തരം, തല്ലുള്ളിത്തരം ഇതൊക്കെ മാത്രമേ പറയാറുള്ളൂ. ഇത് കാരണം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, പുറത്തുള്ള ആർക്കും കൂടെ അകത്തോട്ട് വരാനും പറ്റത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കടബാധ്യത? എടുത്തോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ലുക്കോമിയ ആ അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചികിത്സയത്. അപ്പൊ അങ്ങനെയാണ് പ്രശ്നം. നിങ്ങൾക്ക് പുറത്തേക്കും പോകാൻ വല്ല പുറത്തുള്ളവർക്ക് അകത്തോട്ട് വരാനും പറ്റില്ല. ഡോക്ടർ, ഓ, ഈ കയ്യിൽ അടി ഇടുന്ന സാധനം എടുത്തോട്ടെ. എടാ, അതാ ഒരെണ്ണേ എനിക്കുള്ളൂ, അതവിടെ ഇട്. ബാക്കി രണ്ടും എടുക്ക്. എന്തുവാ ഇത്? ഓക്കെ. ഓ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? എവിടെ ചെന്നാലും ഞങ്ങളെ രണ്ടുപേരും നാണം കെടുത്തും. അത് കാരണം ചേട്ടൻ ഇപ്പൊ പുറത്തോട്ട് പോയാൽ സംസാരിക്കാറ് പോലും ഇല്ല. അതാ മോൻ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് അച്ഛനുള്ള നീക്ക് സങ്കടം വരണം. അതാണല്ലോ ഒരു അച്ഛൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായി ഡോക്ടറെ. എന്താ? കഴിഞ്ഞ ദിവസം ചേട്ടന്റെ ഓഫീസിൽ നിന്ന് MD വീട്ടിൽ വന്ന്. അപ്പൊ കഷ്ടകാലത്തിന് ഞാനും ഏട്ടനും കിച്ചണിലായിരുന്നു. ഇവനാണെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ MD വന്ന് ചോദിച്ച് അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ ഇവൻ ചോദിക്കുക താൻ ആരാന്ന്. അപ്പൊ MD പറഞ്ഞ് MD വന്നൊന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇവൻ ഒച്ചത്തിൽ വിളിച്ചു പറയാ, അച്ഛാതെ അച്ഛനെ കാണാൻ ഏതോ ഒരു തെണ്ടി വന്നെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ ഓടി വന്ന് ഒന്ന് തണുപ്പിക്കണമല്ല. അപ്പൊ ഞാൻ ഓടി വന്ന് സാറിനെ അകത്തോട്ടൊക്കെ വിളിച്ചിരുത്തിട്ട് ഞാൻ സാറേ ചായ വേണോന്ന് ചോദിച്ചു. ഉടനെ സാറ് പറഞ്ഞു ആ ചായ മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ ഉടനെ സാറ് പറഞ്ഞ് ചായ വേണ്ട കാപ്പി മതി എന്ന് പറഞ്ഞു. ഉടനെ ഇവൻ പറയുവാ, എടോ താൻ ഏതില്ലെങ്കിലും ഉറച്ചു നിക്കണോ നാറിയെന്ന്. പക്ഷെ ഇവനെ കണ്ടാൽ അങ്ങനെ പറയത്തില്ല. പക്ഷെ അത് കാരണം ചേട്ടന്റെ ജോലി വരെ ഇപ്പൊ പോകുന്ന ലക്ഷണമാ. എങ്ങനെയെങ്കിലും ഒന്നൊരു പരിഹാരം ചെയ്തു തരണം മോനെ. ഈ നമ്മൾ ഈ മനുഷ്യനെ കാണുമ്പോൾ മോന് പറയാൻ തോന്നുന്ന ആ തെറികളില്ലേ, ഈ തെറി വൃത്തികെട്ട ഭാഷകൾ മോൻ പറയുന്നതാണ് അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത്. അതെന്താന്ന് അങ്കിളിന്റെ ചെവിയിലേക്ക് മാത്രം ഒന്ന് പറഞ്ഞു തന്നെ. എല്ലാം പുതിയ പുതിയ ഐറ്റങ്ങള്, ഒരെണ്ണം ഞാൻ കേട്ടതില്ല. ഇതൊക്കെ എങ്ങനെ? 13 12 ആയുള്ളൂ. 13 ആയില്ലേ? അല്ലല്ല 12 നേരത്തെ വന്നപ്പം അങ്ങോട്ട് പോയില്ലേ, അത് 12 നിൽക്കുന്നത്. അതിന് മുമ്പ് വന്നില്ലേ, അത് 11 അതിനു മുമ്പ് വന്നില്ലേ, അത് 10. അങ്ങനെ വെച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇത് 12 കഴിഞ്ഞ് 13 ഉള്ളൂ. കുറഞ്ഞു വരുന്നുണ്ടോ അസുഖം? നിനക്ക് ഏകദേശം മാറ്റങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. നിർത്താറായിട്ടില്ലേ? ഇല്ല വേറെ ഉണ്ട്. പോയിട്ട് എളുപ്പത്തിന് ഇത് കഴിഞ്ഞാൽ ഓടി വരണം. തുടക്കണം ഇവിടെ. ചെല്ലിയല്ലേ. അപ്പോഴേ സംഭവം എനിക്ക് മനസ്സിലായത്, ഇനി വന്നേ നിങ്ങളോടാ പറയേണ്ടത്. മോന് ഈ സംഭവം വന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട്, സങ്കടമുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതെങ്ങനെയാണ് തുടക്കം ഇതിൻ്റെ ഒന്ന് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെവിടെ നിന്നാണ് ആദ്യം ഈ ചെറുക്കൻ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി തുടങ്ങിയത്? സാറേ, ഈ നാറിനോട് ഞാനത് ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് നിനക്ക് ഈ വൃത്തികെട്ട ഭാഷകൾ കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ ഈ നായിന്റെ മോന് ഈ നിമിഷം വരെ വേണ്ടിയിട്ടില്ല. ഈ തെണ്ടിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ചവിട്ടിക്കൂട്ടി ഇവരെടുത്ത് ദൂരെ കളയണ്ടേ? അത്രയ്ക്ക് ചെറ്റത്തരല്ലേ ഇവർ പറയണത്? സാറ് ആലോചിച്ച് നോക്ക്, ഞാനൊരു മനുഷ്യനല്ലേ? ഇവൻ എവിടത്ത് കിട്ടുന്നു ഇത്തരം തെണ്ടിത്തരങ്ങൾ? മാറി. അതെ, അടങ്ങ്. ഇപ്പൊ ഈ ചെറുക്കൻ ഈ രോഗം എങ്ങനെയാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതേപോലെ ചീത്ത വിളിക്കുന്നത് അന്തയുടെ മോൻ പിന്നെ ഇതിലപ്പുറം തെറി വിളിക്കുകയല്ല വേറെ എന്നാ ചെയ്യണം? അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് കുഴപ്പമില്ലെന്നോ? നിനക്ക് കുഴപ്പമുണ്ട്. മറ്റോടത്തോടെ കണ്ടോ, ഇതാ പറയുന്നത്, നിനക്ക് കുഴപ്പമുണ്ട്. നിന്നെയാണ് ആദ്യം ചികിത്സിക്കേണ്ടത്, അല്ലെ ചെറുക്കനെ അല്ല. മനസ്സിലായി? തനിങ്ങോട്ട് വാ. ഇങ്ങനെയാണോ തുടയ്ക്കുന്നത്? അഴുക്കിരിക്കുന്ന കണ്ടോ? അവിടെ കുത്തി തുടയ്ക്കുന്നുണ്ട്. അഴുക്കിരിക്കുന്ന കണ്ടോ? അഴുക്കുണ്ട് ഇവിടെ വെള്ളത്തിൽ നല്ലവണ്ണം മുക്കിയിട്ട് നല്ലവണ്ണം തിരുമണം. അങ്ങനെ തിരുമിയല്ലയോ? അങ്ങനെ തിരുമിട്ടില്ലേ ഇയാള്? അങ്ങനെ ഞാൻ ആദ്യം പോലെ അങ്ങനെ തിരുമിയത്. ഞാൻ കാണിച്ചു തരാം. എടാ, ഡോക്ടർ പറഞ്ഞ ചേടാ മാറി. നീ എന്താണ് കുറെ നേരമല്ല നീ കാര്യം പറയണേ? ഞാനിത് പൈസക്ക് അല്ല, എന്റെ അസുഖത്തിന്റെ ഇത് കാല് മടക്കി ഒരു കീറുന്ന് വെച്ചാലുണ്ടല്ലോ നീ.
തെണ്ടി. ഒന്ന് പിടിച്ചു പ്ലീസ്. അവിടെ നിൽക്കൂ, ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഈ രോഗത്തിന് ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരാം. ഇതാണ് അഴുക്ക്. വെള്ളം ഇങ്ങനെ മുക്കിയിട്ടേ കണ്ടോ, അത് കണ്ടു. ഇങ്ങനെ നല്ലവണ്ണം ചെയ്യണം. ഇത് എന്നും ഞാനിവിടെ ചെയ്യുന്നതല്ലേ. എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല പ്രശ്നം, കൊച്ചിനാ. അല്ലേ? ഒറ്റപ്പെടില്ലല്ലോ. അല്ല, ഒറ്റപ്പെടിലാണെങ്കിൽ ഊപ്പാട് വരും കേട്ടോ. ഞാൻ എപ്പോ തുടങ്ങിയ പണിയാണ്. കണ്ടോ ഉണ്ടോ? ദേ സാധനം പോയെന്ന് നോക്കിയേ. ആ പോയി പോയി. അതുപോലെ ചെയ്യും. അതുപോലെ ചെയ്യ്. പിടിക്ക്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് വാ. ഇയാൾ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും. മോനല്ല ചികിത്സ വേണ്ടത് കേട്ടോ. ആണോ? ഇവിടെ വന്നിരിക്കും. ആ അവിടെ ഇരുന്നു. ഒന്ന് ഒരു 10 മിനിറ്റത്തേന് കണ്ണടച്ചൊന്ന് നിന്നോണം കേട്ടോ. ശരി. എന്താ കാണിക്കാൻ? ഒന്നുമില്ല മോനെ. കടിച്ചേ. അങ്ങോട്ടിരിക്കും. ഒന്നുമില്ല. ഒരു പൂ പറിക്കുന്ന രാഘവന്റെ ഇതേ വരികയുള്ളൂ. ഡോക്ടറെ, ഓ ആരാ പൂ പറിക്കുന്ന രാഘവൻ? നീ നിന്റെ പണി ഏടാർക്കാ പൂ പറിക്കുന്ന രാഘവൻ. ഒന്നുകൂടെ കടിച്ചേ. എന്ത് പറ്റിയത്? ഒരു കിരികിരാന്ന് വല്ലോ? ഒന്നുമില്ല. അയ്യോ എന്ത് പറ്റി? അങ്ങനെ ഇന്നലെയും കൂടെ ഞാൻ ഇതിൻ്റെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഇതുവരെ ഈ സാധനത്തിന് സംഭവിക്കുന്നതല്ല അത്. ഞാൻ പറയുമ്പോഴേ സ്വിച്ച് ഒന്ന് ഇട്ടോണം കേട്ടോ. അറ്റത്തെ സ്വിച്ച് അല്ലേ? ഇങ്ങനെ അറ്റത്ത് ഇട്ടോ. ഡോക്ടറെ, ഇയാൾ എത്ര പരിപാടി കാണിച്ചിട്ടറിയോ? ഇയാൾ എന്നോട് പറഞ്ഞു ഇവിടെ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു, ആ പൈപ്പിൽ വെള്ളമില്ലെന്ന് പറഞ്ഞു. ഞാൻ എത്ര 13 തൊട്ടി വെള്ളം ഞാൻ കോരി. ഒരു കാര്യമില്ല, ആ ജനറേറ്റർ ഒന്ന് ഓണാക്കിയ പോലെ. ഞാൻ ജനറേറ്റർ ഓണാക്കി. എടാ മഹാബാബി, അത് പോയി ഓഫാക്കി അല്ലെങ്കിൽ ഇയാള് ചത്തുപോകും. ആ